നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ വേനൽക്കാലത്തിന് വിട ചൊല്ലി സുഹൈൽ നക്ഷത്രം ഉദിച്ചു. സെപ്റ്റംബർ പകുതിയോടെ വേനൽക്കാലം അവസാനിക്കുമെന്നും മാസാവസാനത്തോടെ പൂർണ്ണമായും ശരത്കാലത്തിലേക്ക് മാറുമെന്നും സൗദി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഉയർന്ന താപനില തുടരുന്നുണ്ടെങ്കിലും അൽബഹ, അസീർ, അബ്ഹ, ജിസാൻ ഉൾപ്പെടെയുള്ള തെക്കു പടിഞ്ഞാറൻ മലയോര മേഖലകളിൽ തണുപ്പുള്ളതും മനോഹരമായ കാലാവസ്ഥയുമാണ്. സൗദി അറേബ്യയിൽ നിയമലംഘനം നടത്തിയതിന് ഒരാഴ്ചയ്ക്കിടെ വിവിധ രാജ്യക്കാരായ 22,222 പേരെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. ഇതിൽ 13,551 പേർ താമസ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചവരും 4,665 പേർ അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചവരും 4,006 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരുമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 57% എത്യോപ്യക്കാരും 42% യമൻ പൗരന്മാരുമാണ്. നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട 12,920 പേരെ ഇപ്പോൾ നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അബുദാബിയിൽ സ്കൂൾ ബസ്സുകളെ മറികടക്കുന്നതിനെതിരെ അബുദാബി പോലീസ് കർശന മുന്നറിയിപ്പ് നൽകി. സ്കൂൾ ബസ്സുകൾ സ്റ്റോപ്പ് സൈൻ കാണിക്കുമ്പോൾ പിന്നിലുള്ള വാഹനങ്ങളും എതിർദിശയിൽ വരുന്ന വാഹനങ്ങളും പൂർണ്ണമായി നിർത്തേണ്ടത് നിർബന്ധമാണ്. നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാർക്ക് 1000 ദിർഹം പിഴയും 10 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷയായി ലഭിക്കുക. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന വേളയിലാണ് പോലീസ് ഈ നിർദ്ദേശം ഓർമ്മിപ്പിച്ചത്. കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കുട്ടികളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും റോഡിൻ്റെ നടുവിൽ വാഹനം നിർത്തുന്നത് ഒഴിവാക്കണമെന്നും കാൽനട യാത്രക്കാർക്ക് സീബ്ര ക്രോസിംഗുകളിൽ മുൻഗണന നൽകണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. UAEയിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വ്യാജ ഫോൺ കോളുകൾ, ഇമെയിലുകൾ, SMS സന്ദേശങ്ങൾ എന്നിവ വഴി തട്ടിപ്പുകാർ ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ബാങ്കിൽ നിന്ന് എന്ന് അവകാശപ്പെട്ട് വരുന്ന ഇത്തരം സന്ദേശങ്ങളോടോ സംശയാസ്പദമായ ലിങ്കുകളോടോ പ്രതികരിക്കരുതെന്ന് ബാങ്കുകൾ നിർദ്ദേശിച്ചു. അക്കൗണ്ട് വിവരങ്ങൾ, കാർഡ് നമ്പറുകൾ, പാസ്വേഡുകൾ, ATM പിൻ നമ്പർ തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുതെന്നും യഥാർത്ഥ ബാങ്കുകൾ ഇത്തരം വിവരങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.